G7 രാജ്യങ്ങളായ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് ഇറ്റലിയിലെ ടൂറിനിൽ ഒത്തുചേർന്നത്. അസദിനും അദ്ദേഹത്തിന് പരസ്യ പിന്തുണ നൽകുന്ന റഷ്യയ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചത്. സിറിയൻ സംഘർഷത്തിൽ നിന്നും എങ്ങനെ റഷ്യയെ പിന്തിരിപ്പിക്കാമെന്നതിനെക്കുറിച്ച് വിശദമായി യോഗത്തിൽ ചർച്ച നടന്നു. ബാഷർ അൽ അസദുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് യോഗശേഷം G7 രാജ്യങ്ങൾ റഷ്യയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റെക്സ് ടിലേഴ്സൺ ഇന്ന് മോസ്കോയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഇക്കാര്യം വിശദമായി ചർച്ച നടത്തും. രാസായുധ പ്രയോഗത്തെ തുടർന്ന് അമേരിക്ക സിറിയൻ വ്യോമനിലയത്തിൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് G7 രാജ്യങ്ങൾ ടൂറിനിൽ ഒത്തുചേർന്നത്. ബാഷർ അൽ അസദുമായുള്ള സൈനിക പിന്തുണ റഷ്യ പിൻവലിക്കുക എന്നതാണ് സിറിയൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഏക മാർഗം എന്ന് യോഗം വിലയിരുത്തി. ഇതിനായി റഷ്യൻ പ്രസിഡന്റിനെ സമ്മർദ്ദത്തിലാക്കാനാണ് G7 രാജ്യങ്ങളുടെ തീരുമാനം. 2013 സിറിയയിലെ രാസായുധങ്ങൾ മാറ്റുന്നതിൽ G7 രാജ്യങ്ങളോട് റഷ്യ സഹകരിച്ചിരുന്നു. അന്ന് രാസായുധങ്ങൾ പൂർണ്ണമായി മാറ്റിയിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ വ്യക്തമാക്കുന്നതെന്നും G7 രാജ്യങ്ങൾ ആരോപിക്കുന്നു. വിഷയത്തിൽ അമേരിക്കൻ നിലപാടും ചർച്ചയായി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.